പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഗോൽ പരിപാടി ഒന്നും വേണ്ട, ഇതൊക്കെ ചുമ്മാ ഷോ കിട്ടുന്നേ ഉള്ളൂ. യെസ്, അയ്യോ അഴുക്കൊട്ടുമില്ലല്ലേ? അഴുക്കല്ല, വാളയാണ് കുഴപ്പം. കുറച്ച് ലോഷൻ വരി വയ്ക്കും. ചെറിയ അച്ഛൻ പറഞ്ഞ പിത്തരോ പിടിച്ചു. എന്താ നമ്മളൊക്കെ ഇരുന്ന് പറയാം. മീൻ്റെ സ്ട്രെസ് മാറാൻ വേണ്ടി നമ്മളിങ്ങനെയുള്ള സാധനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒളിച്ചിരിക്കുക, സംഭവമൊക്കെ ചെയ്യാം. പിന്നെ അതിന് പ്രശ്നമുണ്ട്, നമ്മളിങ്ങനെ കല്ല് പറിക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാലേ ഓടുന്ന സമയത്ത് അതിന് ദേഹം മുഴുവൻ ചാൻസ് ഉണ്ട്. പിന്നെ മുഷിയുടെ പ്രത്യേകത ഉണ്ട്, ദേഹമാണ് മുഴുകി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്തോളാം. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങളും അറിയുന്ന പോലെ നമ്മൾ ആദ്യം സംസാരിച്ചു കളയും. അറിവാകട്ടെ നമുക്കൊരു കൊമ്പനെ കിട്ടി. തൂക്കിക്കോ അവനെ, തൂക്കിക്കോ അവനെ പാത്രത്തിലിടാം. വെള്ളം കുറവുണ്ടല്ലേ? വെള്ളം കുറച്ച് കുറവുണ്ട്. അവരത്തിനെ നമ്മൾ തൂക്കി ഇതാണ്ട്. ഇതിനകത്ത് കുറേ കുഞ്ഞുങ്ങളെന്താ ഈ സൈസ് ചെറുതായതൊന്നും ബ്രീഡായൊന്നും അറിയാൻ വയ്യ. പക്ഷേ ഇതൊക്കെ നല്ല എന്താ തടിച്ച് കൊഴുത്ത നമ്മുടെ മുഷിക്കുട്ടന്മാർ. മുഷിയുണ്ട്, ആൽബിനുണ്ട്, സ്പോട്ടഡ് ഉണ്ട്, ആഫ്രിക്കനുണ്ട്. ഇത് കാര്യമില്ല കിടക്കുന്നത്. കാര്യം അലിഗേറ്റർ വളർന്നവിടെ കാര്യം എടുത്താൽ അതിന് കൊടുക്കാം, അലിഗേറ്ററിന് കൊടുക്കാം. പിടിക്കാം, തൂക്കുന്ന പരിപാടി ചെയ്യാം. കിട്ടിയോ? ഞാനേ അങ്ങോട്ട് ചേരാം. അയ്യോ പിടിച്ചേ. ഈ സ്ഥലം പിടിക്കാം, അങ്ങോട്ട് വെക്കാം. ഇവരെ ഞാൻ തൂക്കാം. അത്ര മുന്നില്ലല്ലോ. ഇതൊന്നും വേണ്ടി പാടം വലിയ പിടിക്കാം. മുള്ളുണ്ട്. വലിയ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചൊന്നും കേട്ടില്ല. കിട്ടിയോ? അടിപൊളി. ഞാൻ അവനെ പൂർത്തിക്കൊണ്ടിരുന്ന അപ്പം 100% പ്രോ ആണെന്ന്. കടി കിട്ടിയിട്ടുണ്ട്, നല്ല കടി കിട്ടിയിട്ടുണ്ട്. ചുമ്മാ കഴിട്ട് നോക്കേ. കായ് കടിച്ച രക്ഷയില്ല കേട്ടോ, നല്ല നീറ്റില്ല, അരയ്ക്കും. അപ്പം എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പാറ പോലെ പൊങ്ങിപ്പോയിരാൻ ചുമന്ന് ചോരയൊക്കെ വന്ന്. അവൻ സൈസാണല്ലേ? ഞൊളച്ച് ചാടി ഭയങ്കര വഴുക്കല്ലേ ഈ സാധനത്തിന്. ഞാൻ കണ്ടുപിടിക്കാറില്ല കേട്ടോ, ഞാൻ കമൻട്രി മാത്രമേ ഉള്ളൂ. ഞാൻ കമൻട്രി ചെയ്തേ ഉള്ളൂ. അക്കുവിനെ വരെ പുകഴ്ത്തിയാൽ മതി, അക്കു സീന മാസാന്നൊക്കെ. അപ്പോഴത്തേനും അക്കു ചാടി കയറി പിടിച്ചോളൂ. ഇതിൽ പുള്ളിയുള്ളതല്ലേ? ചിലത് മഞ്ഞ കളർ. ഇതൊക്കെ എന്ത്
അത് വേറെ. അത് കരി. ഇതിൻ്റെ തിന്നിട്ട് കിടക്കും ഇത്. അപ്പോൾ രണ്ടത് മത്തി കടിച്ചതേ ഉള്ളൂ. ഇത് മത്തിയെ കൊടുത്തായിരുന്നു. ഓ അതിനെ പിടിച്ചിട്ട് പാടാ, ലാസ്റ്റ് പിടിക്കാം. മറ്റേ ഇത് നടപ്പില്ലടാ ബ്രാല്. അതിനെയൊക്കെ തിന്നു. അതിനൊക്കെ അടിച്ചു തന്നു കേട്ടോ. ഇവന്മാർ സൈസ് ആയപ്പോഴത്തേക്കും അത് ബ്രാലുണ്ടായിരുന്നു. തോട്ടി കൊണ്ടിട്ടായിരുന്നു, 2 ബ്രാലിനെ കൊണ്ടിട്ടായിരുന്നു. പക്ഷേ ആൾ സൈസ് കുറവായിരുന്നു. ഇവന്മാർ ഇച്ചിരി എമ്മണ്ടനായപ്പോഴത്തേക്കിനും അതിനെ കടിച്ച്. ഇതിനൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാട്ടിലും സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അളിയന്മാർ അടിക്കും. ഞാൻ നമ്മുടെ മാമടുത്ത് ചോദിച്ചടാ, മുഷീരും വിളിക്കാന്ന് പറഞ്ഞു. മാമൻ ഇപ്പോഴും നമ്മളിപ്പോഴും ചോദിക്കും. അങ്ങനെ ഭയങ്കര കാര്യമാണ്. മറ്റേ മാമൻ അറിയാമോ? ഉടുമ്പൻകാവിലെ മാമടുത്ത് ചോദിച്ചേ, മാമ ഇത് വെട്ടുന്ന ക്യാറ്റ് ഫിഷ് വേണം വളരെ എന്തെങ്കിലും ഉണ്ട്. മാമ പറഞ്ഞു നീ കുറച്ച് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ പറപ്പിച്ചിരിക്കണേ. ഓ അടിച്ച് കുത്തി വീണു. ഇച്ചിരി അഹങ്കാരം കൂടുതൽ, കുഴപ്പമില്ല. അവന് പിടിച്ച് തിന്നാൻ പോകുമല്ലോ, അവൻ അറിയാൻ കൂടുതൽ വെള്ളം മാറ്റുന്നതാണല്ലോ. ഞങ്ങൾ ചാടാൻ നിൽക്കുന്നതിന് ഇനി വെള്ളം നല്ല പച്ചയാണ്. ഈ സൂര്യൻ്റെ വെളിച്ചം നമ്മൾ അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് രണ്ടും കമ്പ് പിടിക്കണം. അപ്പോൾ സൂര്യൻ വെട്ടുപടിക്കും. ഇപ്പം നല്ല രീതിയിൽ ആൾക്കാർ ആയിക്കോളും. ഭയങ്കര ഇടുമ്പോൾ സൗണ്ട് കടിക്കും. അങ്ങോട്ട് വാ. ഇനി എങ്ങനെ പോകുന്നു? അങ്ങോട്ട് എന്താ പോയി വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളെ മീനായതുകൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ ഞെക്കി ഞാൻ കൊന്നേ. ഇപ്പോൾ അക്കൊരു പുതിയ കഴിവുണ്ടോ? കാലിനുണ്ടെങ്കിൽ അങ്ങനെ മീൻ പിടിക്കാം. ഇങ്ങോട്ട് വാ. അത്ര തന്നെ. ഓ എൻ്റെ എല്ലാ കൂടിയ സൗണ്ട് വന്ന് കേൾക്കുന്ന അറിയാൻ വയ്യ. അവൻ എന്ത് വൈരാഗ്യം തീർക്കുന്നു കേട്ടോ അതിനകത്ത്. ഈ ഒരു സ്പോട്ടിൽ അക്കുൻ്റെ കിടന്നായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ക്ഷീണിച്ച് അതിനാപ്പാടെ 2-3 രക്തക്കൊല്ലി മാത്രമേ ഉള്ളൂ. നാസനം പറക്കി ഇവിടെ കൊണ്ടിട്ട് നമ്മുടെ പുതിയ ടെക്നിക്കാണ്. നമ്മുടെ എക്യുപ്മെൻറ്റ് കുറച്ച് വെള്ളം ഇതാക്കിയിട്ടെ മണ്ണത്തിലടിച്ചാൽ കളയാം. കയറുന്നത് വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളം കയറുമ്പോൾ ഏകദേശം കുറച്ച് സമയം എടുക്കും. നല്ല സമയം എടുക്കും. പക്ഷേ കല്ലൊക്കെ എടുത്ത് വെച്ച് ചട്ടിയും കലമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മീനിൻ്റെ സ്ട്രെസ്സ് മാറ്റം. ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല വലിയ. ഇത് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഇലയുടെ കീഴിലേക്ക് കിടക്കുന്നത്. ഇത് എത്ര വൃത്തിയാക്കിയാലും വെള്ളം മൊത്തം അഴുക്കാക്കും. പിന്നെ വെള്ളം നിറയും കുറച്ച് സമയം എടുക്കും. അത്രയും സമയം നമ്മൾ വെള്ളം നിറയുന്ന സമയം കൊണ്ട് നമ്മൾ അലിഗേറ്ററിൻ്റെ ടാങ്കിലെ വേസ്റ്റ് മാറ്റമാണ്. നമ്മൾ പ്രസ് ചെയ്തോ. പോസ് തൊട്ട് റെഡി. പവർ ഓടി. ഇത് ഞാനിങ്ങനെ ഈ ഫിൽറ്ററും കൊടുത്ത് ക്ലീൻ ചെയ്യണം. എന്നാ വിളിച്ചോ പ്രസ് ചെയ്തോ. കണ്ടിന്യൂ പ്രസ് കൊണ്ടിരിക്കണം. ഇരിക്കാൻ വലിയ വകുപ്പുണ്ടാകുന്ന അത് വിളിച്ചോ. ചാടാ. അവനകത്ത് മുക്കി വേണമെങ്കിൽ ടാങ്കോട്ടും കിട്ടോ. പോയോ ബാക്കിയുള്ളവർക്ക് നമുക്ക് അതിന് കോരി കളയാം.
അത് നമ്മുടെ സക്കറിനെ നമ്മൾ തൂക്കി. അത് നമുക്ക് വെള്ളം മൊത്തം പോയിട്ട് കമത്തിയും കിട്ടാമല്ലോ. വേസ്റ്റ് ഉണ്ട് സീന അത് ഇറക്കാം അല്ലേ? തൂക്കിയോ? ഭയങ്കര പാടില്ല. പുതിയ വെള്ളത്തിലോട്ട് നമ്മുടെ മുഷിക്കുട്ടന്മാരെ തിടുകയാണ്. എത്രണ്ണമായി ഇപ്പം? 1 2 3 അത് വേറെ. ഓഹോ ചാണകം. ഡിസൈൻ രക്ഷയില്ല അല്ലേ? എങ്ങനെ ക്രിയേറ്റ് ആവുന്നു? മീൻ കാര്യം പറഞ്ഞിരിക്കുമോ? മീൻ കാര്യം പറഞ്ഞിരിക്കുമോ? അതെങ്ങനെയല്ല, പഴം ടാങ്ക് വരുന്ന ആകിയൊക്കെ തിന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ കടന്നോളും. ചില ആൾക്കാർ ഒരു അറപ്പതിനെ പിടിക്കാനൊക്കെ ഭയങ്കര ഇതാ. ഏതോ ഇരിക്കുന്നു. അതവിടെ കയറി. എത്ര ഉണ്ട്? ഇനിയുണ്ട്. അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആവും. പിന്നെ വെള്ളം മാറ്റൽ ചടങ്ങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ ശരിയാണല്ലോ. അതാണ് എന്തോ ഒരു മിസ്റ്റേക്ക്, എവിടെയോ എന്തൊരു കുറവ്. കുറച്ച് ഫോഴ്സ് അടിച്ചിട്ട് പോകാം. മുറിവാണത്? അത് കുറച്ച് കല്ല് കൊടുക്കുക. ഇപ്പം എന്താ അനക്കൊന്നുമില്ല. ഇങ്ങനെ ചുമ്മാ ഷോ കാണിക്കുന്നത് നമുക്ക് അറിയാമേ കിച്ചനത്തിൽ ഇടുമെന്നുള്ള കാര്യം. കൂടെ കൂടെ ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ട് തട്ട് എന്നിട്ട് കാര്യം ഇളകുന്നു. അതൊരു പേടി. കൊച്ചിതാണെങ്കിലും ഒരു കൊത്ത് കിട്ടിക്കഴിഞ്ഞാൽ കാര്യ സീന. ഇനി കിടന്നാൽ കാണാൻ മതി. നെത്തുള്ള തലയെ കിടക്കുന്നുണ്ട്. ചുമ്മാ തിരിച്ച് തുപ്പിയാണോ അത്? വെള്ളത്തിൽ ഉള്ളതായിരുന്നു. തിരിച്ച് തുപ്പി. കിട്ടിയോ? ആ ചെറിയൊരു തൊലിയിളകി. ആ ഉണ്ട് ഇവിടെ. അവിടെ ശകൻ ഇവിടെ നല്ല ഈ ഭാഗത്തുണ്ട്. ചെറുതായിട്ട്. അതുകൊണ്ട് ഞാൻ പിടിക്കാത്ത കൈ കൊണ്ട്. ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എവിടേക്കോ കീറിയുണ്ട്. ഓ നീറുന്നറിയ. സീനായോ? മുറിഞ്ഞല്ലേ? ഇല്ല ഇല്ല, തൊലി കണ്ടിട്ട് അവനായിരുന്നു സീൻ. ഇവനാണ് സീൻ. നീട്ടിലുണ്ടോ? ചെറുതായിട്ട്. പുള്ളിക്കാരൻ മറന്നു സീനല്ലേ? മുള്ളെ പിടിക്കാനായി നോക്കുന്നത്, പക്ഷെ മുള്ളിനകത്ത് കിട്ടുന്നില്ല. പിടിക്കാൻ വേണ്ടേ, അധികം പിടിച്ച് ഞെക്കാനും പറ്റത്തില്ല. പ്രതികാരം ഉണ്ടോ കള ഇന്നത്തെ കുടിക്കാറാകും. കളി അള്ളം കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം ഫ്രൈ ആകുക.
ഏൽപ്പിച്ചോളം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷായോ? യെസ്, അങ്ങനെ വെള്ളം മറി ചടങ്ങ് കംപ്ലീറ്റ് ആയി. വെള്ളം മരിപ്പിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും മാറാൻ വരെ വെയിറ്റ് ചെയ്യണം. അയ്യോ, നമ്മുടെ ഇതിന് ഫോഴ്സ് കുറവാണ്, അതാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഏകദേശം കംപ്ലീറ്റ്. മറ്റേ ഇത് മാറണോ? വാഹാ, മീനെ മാറ്റണ്ട. വെള്ളം നമുക്കേ പമ്പ് എടുക്കാം. പമ്പ് എടുത്തിട്ടേ പുതിയ വെള്ളം ഒഴിച്ചാൽ മതി. ഫിൽറ്റർ ഉണ്ടോ? അത് വലിയ പ്രശ്നമില്ല. ആ ഫിൽറ്റർ എടുത്ത് കഴിയാൽ മതി. ഈ ഫിൽറ്റർ കഴിയില്ലല്ലോ, സ്പോഞ്ച്. ഇനി നമ്മൾ നെക്സ്റ്റ് വാഹയുടെ ടാങ്കിലൊക്കെ പോവാണ്, നമ്മുടെ പടുതാക്കുളം.